നമസ്കാരം. കർക്കിടകവാവിന് ഇനി അധികം ദിവസങ്ങളില്ല. കർക്കിടകവാവിന് മുന്നോടിയായി ഞാൻ ഈ പരാമർശിക്കുന്നതായ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്നതായ സൂചന ഇപ്രകാരമാകുന്നു. ഈ പരാമർശിക്കുന്നതായ ജീവികളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്താലും പിതൃക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഏവരും ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തേതായ ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്കയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് കാക്ക. പിതൃലോകത്തു നിന്നും ദൂതുമായി ഭൂമിയിലേക്ക് വരുന്ന പക്ഷികൾ എന്നും കാക്കയെ വ്യാഖ്യാനിക്കുന്നതാണ്. നിത്യവും കാക്ക വീടുകളിൽ വന്ന് കരയുന്നു എങ്കിൽ, വിളക്ക് വയ്ക്കുന്നതായ അവസരത്തിലും നിത്യവും കരയുന്നു എങ്കിൽ പിതൃക്കൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തോ അത്യാവശ്യം അത്തരത്തിൽ ഏതോ ഒരു കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും പ്രകടമായി തുടങ്ങുന്നതാണ്. അതിനാൽ പിതൃപ്രീതിക്കായി അന്നദാനം നിങ്ങൾ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവർ അന്നദാനത്തിൻ്റെ ഭാഗമാകുവാൻ ശ്രമിക്കുക. കഴിയുന്നതായ തുക അന്നദാനത്തിനായി നൽകുന്നത് ശുഭകരമായി തീരും. വസ്ത്രം ദാനം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. പിതൃപ്രീതി തന്നെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ കർക്കിടകവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചെയ്യുന്നത് പിതൃപ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. മറ്റൊന്ന് നായയുമായി ബന്ധപ്പെട്ടാണ്. നായയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവി തന്നെയാണ്. നായ നിത്യവും നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പിതൃപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നു എന്നും പിതൃപ്രീതിക്കായി നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ തില ഹോമം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. അത് ശിവക്ഷേത്രത്തിൽ തന്നെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് പിതൃക്കളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും പിതൃപ്രീതി വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ ലക്ഷണം പ്രകടമാകുന്നു എങ്കിൽ ഈ ഒരു വഴിപാട് നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചിത്രശലഭവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചിത്രശലഭം നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് പിതൃ സാന്നിധ്യമാണ് എന്ന് തന്നെയാകുന്നു. അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാം. ഇനി അഥവാ നൽകാത്തവരാണ് എങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കണം. സാധിക്കുന്നതായ അവസരങ്ങളിലോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം മാത്രമായോ നിങ്ങൾക്ക് നൽകാം. കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാണ് എങ്കിൽ അബദ്ധങ്ങൾ പിണയുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പാമ്പുമായി ബന്ധപ്പെട്ടാണ്. പാമ്പ് ഏവരുടെയും വീടുകളിൽ വെറുതെ വരില്ല എന്നുള്ളതാണ്. നിത്യവും കാണുന്നത് അല്ലെങ്കിൽ ഇടവിട്ട് കാണുന്നത് സർപ്പകോപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കണം. എന്നാൽ വീട്ടിൽ ഈ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി വരുന്നു എങ്കിൽ പിതൃ സാന്നിധ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ രണ്ടാണ്. ആദ്യത്തേത് വിഷ്ണു സഹസ്രനാമ പാരായണമാണ്. തീർച്ചയായും നിങ്ങൾ അത് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റൊരംഗമെങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ശിവക്ഷേത്ര ദർശനമാണ്. ശിവസന്നിധിയിൽ എത്തിച്ചേരുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക. മറ്റൊന്ന് പ്രാവുമായി ബന്ധപ്പെട്ടാണ്. പ്രാവ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തായി വരുന്നു എങ്കിൽ അത് നിത്യവും വിളക്ക് തെളിയിക്കുന്നതായ സമയത്താണ് വരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ പനിക്കൂർക്കയുടെ ഇല
വിളക്കിൽ ഒരു ചെറിയ ഇല, പനിക്കൂർക്കയുടെ ഇല വിളക്കിൽ ഇട്ടുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ പ്രാവ് വീടുകളിൽ വരികയാണ് എങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പരാമർശിക്കാനായി പോകുന്നത് ചെറുകിളികളുമായി ബന്ധപ്പെട്ടാണ്. ചെറുകിളികൾ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വരുന്നു എങ്കിൽ തീർച്ചയായും അത് ഭാഗ്യമാണ് എന്നുള്ളതാണ്. മഹാലക്ഷ്മി പ്രീതിയെയും പിതൃപ്രീതിയെയും അർത്ഥമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും അതിരാവിലെ ഉറക്കമുണരുന്നതായ അവസരത്തിൽ ചെറുകിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നതും സന്ധ്യയ്ക്ക് ചെറുകിളികളെ ശബ്ദം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടോ വിളക്ക് തെളിയിക്കുന്നതും ശുഭകരമായാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അതിനാൽ ചെറുകിളികൾ ധാരാളമായി ഇപ്രകാരം കാണുന്നു, ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ അത് ഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ്. തീർച്ചയായും അവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പിതൃപ്രീതിയും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഏവർക്കും സാധിക്കുന്നതായ ഈ ലളിതമായ കാര്യം ഏവരും വീടുകളിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കണം. മറ്റൊന്ന് കറുത്ത ഉറുമ്പാണ്. കറുത്ത ഉറുമ്പ് വീടുകളിൽ വരുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പിതൃപ്രീതിയാൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങൾ, ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യവുമായി ബന്ധപ്പെട്ട് അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. മുൻപ് അനുകൂലമല്ലാത്തതായ കാര്യം ഇപ്പോൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യവുമുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ കറുത്ത ഉറുമ്പിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അവയ്ക്ക് ധാന്യം നൽകുന്നത് ശുഭകരമാണ്. അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വരാൻ പോകുന്ന ഭാഗ്യം തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് പിതൃപ്രീതിയാലും കടന്നു വരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ധാന്യം നൽകുവാൻ മറക്കാതിരിക്കുക. മറ്റൊന്ന് പൊന്മാനാണ്. പൊന്മാനെ വീടുകളിൽ കാണുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കുക. അതായത് വാവിൻ്റെ ദിവസം, അന്നേ ദിവസം നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ വീടുകളിലും നെയ്വിളക്ക് അന്നേ ദിവസം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായ കാര്യം അത് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൂടുതൽ അനുകൂലമായ ഫലം നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ പരാമർശിക്കാം. ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. പിതൃപ്രീതിയെയും അർത്ഥമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഞാൻ ഈ പരാമർശിക്കുന്ന ഒരു ലക്ഷണം ഉപ്പൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സമാനമാണ്. ആ കാര്യം നിങ്ങളെ വീടിന് ചുറ്റും ഉപ്പൻ നടക്കുന്നതായി കാണുന്നതാണ്. കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്നതായ അവസരത്തിലോ ക്ഷേത്രത്തിലേക്ക് പോകുവാനായി നിൽക്കുമ്പോൾ കാണുകയാണ് എങ്കിലും ഇരട്ടി ഫലം തന്നെ, സൗഭാഗ്യം തന്നെ ഇരട്ടിയായി തേടിയെത്തും എന്ന സൂചനയാണ്. ഉപ്പൻ വീടുകളിൽ വരുന്നു എങ്കിലും അത് പിതൃക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി തന്നെ പരാമർശിക്കാം. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടാണ് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും കൂടാതെ ഓം നമോ നാരായണായ എന്ന നാമം നിത്യവും ജപിക്കുന്നതും അന്നേ ദിവസം പ്രത്യേകിച്ചും ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും വാവിന് മുൻപ് തന്നെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കാത്തവർ വാവിൻ്റെ അന്നാണ് എങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുക. ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യം പിതൃപ്രീതി തന്നെയാണ്. പിതൃപ്രീതിയില്ല എങ്കിൽ അത് ആ വീടുകളിൽ സന്താനങ്ങളെയും ആ കുടുംബാംഗങ്ങളെയും ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.